കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ദശരഥ രാമവർമ്മയ്ക്കും അതിൽ പങ്കെടുക്കണമെന്നുണ്ടാവില്ലേ? ഏതെങ്കിലും ഒരു രൂപത്തിൽ അതിൽ പങ്കെടുക്കാൻ ആ ദൈവം തന്നെ ഒരു വഴി കാണിക്കട്ടെ. ഹോമം തുടങ്ങാൻ സമയാവുന്നുണ്ട്, വന്നോളുക. വാ മോനെ. ദേ വരുന്നു നമ്മുടെ ആള്. ഇതാ മേഡം, സോങ് മൊത്തം ഉണ്ട്. താങ്ക് യു. എമൗണ്ട് അയച്ചിട്ടുണ്ട്, കിട്ടിയോ നോക്ക്. കിട്ടിയല്ലോ മേഡം. പക്ഷേ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു മേഡം. ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടും മേഡം കാശ് തരുന്നോണ്ടാ റിസ്ക് എടുത്ത് ഞാനിതിവിടെ എത്തിച്ചത്. എന്റെ പ്രൊഡ്യൂസർ അറിഞ്ഞ കൊന്നുകളയും മേഡം. എന്റെ പേര് പുറത്തു വരാതെ നോക്കിക്കോണം. ഞങ്ങളായിട്ട് ആരോടും പറയില്ല, നീ ഞങ്ങളുടെ പേരും പറയരുത്, അത്രേ ഉള്ളൂ. ഓക്കെ മേഡം. അസ്ത്രം കൈക്കലാക്കി കഴിഞ്ഞു, ഇനി അത് പ്രയോഗിച്ചാൽ മതി, പണി കഴിയും. നീ ആ ന്യൂസ് റിപ്പോർട്ടറെ വിളിക്കും. റോഡ് നമ്പർ 5, വേഗം വാ. 5 minutes. അമ്മേ, അച്ഛമ്മ, ചേച്ചി, എന്താടാ ഇപ്രാവശ്യത്തെ ഹോമത്തില് ശ്രേഷിച്ച് ഇരുന്നോളയോ, അതോ ചേച്ചിക്ക് ചാൻസ് ഉണ്ടോ? പോടാ, ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നേ? ശ്രേയെ തന്നെ ഇരുന്നാ മതി. അതല്ല, കല്യാണ പന്തലൊട്ട് കഴിഞ്ഞ ഹോമം വരെ എല്ലാത്തിലും ചേച്ചി തന്നെയല്ലേ ഇരുന്നത്. ഇപ്രാവശ്യം ചാൻസ് കിട്ടുമെന്ന് കരുതി. രാമൻ എന്നോട് എന്തോ പറയുന്നത് പോലെ. മാധവ, ഇവിടെ അതിനെ കുറിച്ചൊന്നും മിണ്ടരുത്. നീ തൊഴുത് പ്രാർത്ഥിച്ചേ. നീ എന്തു ഭാഗ്യവതിയാടി. അല്ലെങ്കിൽ ഈ കൊട്ടാരത്തിലെ മരുമോളായി ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ നിന്റെ കൈകൊണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇപ്പൊ ദേവേട്ടൻ ഇവിടുത്തെ രാജാവാണച്ചമ്മ. ഇനി എല്ലായിടത്തും റാണിയായിട്ട് ഞാനും ഉണ്ടാവും. അതെ, അങ്ങനെ വാടി വഴിക്ക് ഇപ്പോഴാ നീ എന്റെ കൊച്ചുമോളായത്.
ദേ നോക്ക്, ആ സിനിമാ ഭ്രാന്തൊക്കെ കളഞ്ഞിട്ട് ഇനി അങ്ങോട്ട് പയ്യെ എല്ലാം നിന്റെ കൈക്കലാക്കിക്കണം. ശരി, ഞാൻ നോക്കിക്കോളാം അച്ഛമ്മ. സിനിമാ പ്രാന്തൊക്കെ എന്റെ ജീവൻ ഉള്ളിടത്തോളം കാലം ഉണ്ടാവും കിഴവി. കഴിഞ്ഞ ദിവസത്തെ ഷൂട്ടിങ്ങിന്റെ കാര്യം എങ്ങാനും അറിഞ്ഞ കിഴവി ഹൃദയം പൊട്ടി മരിക്കുമല്ല. എന്തായാലും ആ സോങ് റിലീസ് ചെയ്യത്തോണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. ഇത് നിങ്ങളുടെ ചാനലിൽ മണിക്കൂറിന് ഒരു വട്ടം ഞാൻ പറയുന്നത് വരെ ടെലികാസ്റ്റ് ചെയ്യണം. മണിക്കൂറിൽ ഒരിക്കൽ പ്രയാസമായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇടാൻ പറയാം. അതിലുള്ളത് ആരാണെന്നറിയോ? കൊട്ടാരം വീട്ടിലെ ഇളയ മരുമോള, വർമ്മ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ ചെയർമാനും രാജാവുമായ ദേവന്റെ ഭാര്യ. അതെയോ? അത് നേരത്തെ പറയണ്ടായിരുന്നു. സെലിബ്രിറ്റീസിന്റെ ന്യൂസ് ആവുമ്പോ അരമണിക്കൂറിൽ 6 വട്ടം ഇട്ട് തരംഗം സൃഷ്ടിക്കാൻ പറ്റുമല്ലോ. താങ്ക് യു മാഡം. വെൽക്കം. ഇനി കുറച്ച് ക്ഷണങ്ങൾക്കുള്ളിൽ കൊട്ടാരം വീട്ടിലെ പുതിയ രാജാവിന്റെ ഭാര്യ നാടറിഞ്ഞ ദാസിയാകും. ശ്രേയയുടെ അർദ്ധനഗ്ന നൃത്തത്തോടെ കൊട്ടാരം വീടിന്റെ അന്തസ്സും അഭിമാനവും കപ്പല് കയറാൻ പോവുകയാണേ. ചേച്ചി അനിയത്തി ഇനി വഴിയാധാരമായിക്കോളും. അവരങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാ പിന്നെ കൊട്ടാരം വീട് നമ്മുടെ കയ്യിലാ. പോവാൻ വരണേ. എന്ത് പറ്റി? ദേവേട്ടന്റെ കൈകൾക്കുള്ളിൽ ഇതുപോലെ എന്നും ഇങ്ങനെ ഒതുങ്ങിക്കൂടി കഴിയാൻ ഈ ക്ഷണം എനിക്ക് വല്ലാതെ കൊതി തോന്നുന്നു. സത്യമായിട്ടും എവിടെ പോയി കറങ്ങിട്ട് വരിക? ഹോമം നന്നായിട്ട് നടക്കണേന്ന് പറഞ്ഞ് അമ്പലത്തിന് ചുറ്റും കറങ്ങിയിട്ട് വരിക. ഹോമം നടക്കുന്നിടത്ത് വെച്ച് കള്ളം പറഞ്ഞ് ചിലപ്പോ നാവ് താന്നു പോവും. എന്തൊക്കെയാ ജയ് പറയുന്നേ? ഇയാളുടെ കാലും തളർന്ന് എന്റെ നാവും കൂടി താഴ്ന്ന നമ്മുടെ ജീവിതത്തിന് പിന്നെ ഒരർത്ഥവും ഇല്ലാണ്ടാവില്ലേ? തെറ്റു പറ്റിയെന്ന് പറ. എവിടെ? ഗണപതി കലശം കൊണ്ടുവന്നില്ലേ? എടുത്തോണ്ട് വരിക. വൈദേഹി അകത്ത് എന്നത് എടുത്തോണ്ട് വന്നോളൂ. ശരിയമ്മേ. കുട്ടി, പുതിയ കലശമായിരിക്കണം. പൂജാ സാധനങ്ങളോടൊപ്പം അത് എഴുതാൻ മറന്നെന്ന് തോന്നുന്നു. അയ്യോ, അതെന്താ? പുതിയത് വീട്ടിലില്ലെന്നാ തോന്നുന്നേ. ഇപ്പൊ എന്താ ചെയ്യാ? കുഴപ്പമില്ല, ഇനിയും സമയമുണ്ട്. അതിനുള്ളിൽ പുറത്തുനിന്ന് ഒരെണ്ണം വാങ്ങിക്കൊണ്ട് വരിക. ഞാൻ പോയി വാങ്ങിച്ചുകൊണ്ടുവരാൻ തിരുമേനി. ചേട്ടൻ എന്തിനാ ബുദ്ധിമുട്ടിന്? വിനയനെ പറഞ്ഞയച്ചോളൂ. സാരമില്ല കൗസല്യേ, നല്ലത് നോക്കി വാങ്ങിക്കാൻ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അറിയില്ലല്ലോ. ഞാൻ പോയിക്കോളാം. ഹലോ മാഡം, പറയൂ. നമ്മുടെ ചാനൽ മാത്രമല്ല മറ്റു ചാനലും അയച്ചിട്ടുണ്ട്. കുറച്ചു നേരത്തിനുള്ളിൽ ടെലികാസ്റ്റ് തുടങ്ങും. താങ്ക് യു. വെരി ഗുഡ്. പാവം പെണ്ണല്ലേ,
കുറച്ചു നേരത്തിലെല്ലാം തകിടം മറിയാൻ പോവാന്നറിയാതെ അവളിൽ നിന്നും വിലസുന്ന കണ്ടോ. സത്യം പുറത്തു വന്ന ഇനി ഹോമകുണ്ടത്തിലെങ്ങാനും ചാടിച്ചാവോ? എല്ലാരും ഇവിടെ തന്നെ നിന്ന ടിവിയിൽ ടെലികാസ്റ്റ് ആവുന്ന സോങ് ആരാ കാണാ? എങ്ങനെയെങ്കിലും എല്ലാരും ഒന്ന് അകത്തേക്ക് എത്തിക്കണമല്ലോ. തിരുമേനി ഈ ദിവസം മുഴുവൻ ഇങ്ങനെ ഹോമം നടക്കുന്നിടത്ത് തന്നെ നിക്കണമെന്നുണ്ടോ? അതോ ഇടയ്ക്കൊക്കെ അകത്തോട്ട് ചെന്ന് ചായയോ കാപ്പിയോ ഒക്കെ എടുത്തോണ്ട് വരുന്നതിൽ തെറ്റുണ്ടോ? ഒരു നേരം കഴിക്കാതിരുന്നാൽ എന്താ? എന്തു അമ്മേ, വിശക്കുന്നത് ഇപ്പൊ ഒരു തെറ്റാണോ? പട്ടിണി കിടക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ പോരെ അതൊക്കെ. വെറുതെ എന്തിനാ വിശപ്പ് സഹിച്ചു നിൽക്കുന്നത്? എന്തു പറയുന്നു തിരുമേനി, കഴിക്കാലോ? അതിനെന്താ, ഇന്ന് ഹോമം നടത്തുന്നത് നമ്മുടെ ഗുരുക്കളല്ലേ. അതുകൊണ്ട് നിങ്ങൾ ആരും ഉപവാസം ഇരിക്കേണ്ട കാര്യമില്ല. ഇനി നാളെ നടക്കാൻ പോകുന്ന ഹോമത്തിന്റെ കാര്യത്തിലാണെങ്കിലും ദമ്പതിമാര് ഉപവാസം എടുത്താൽ മതി. ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാം. വരൂ, എല്ലാരും ഒന്ന് അകത്ത് കയറിയിട്ട് പോയേ. ഞാനൊരു നല്ല സിനിമ കാണിക്കാം. അല്ല, എല്ലാവർക്കും കഴിക്കാനായിട്ട് ഞാൻ നല്ലൊരു പലഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത്. ശ്രേയെ, നീ എങ്ങോട്ട് പോകുന്നു? വന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോ. നിങ്ങളെല്ലാവരും കഴിച്ചോ അമ്മേ? ഞാൻ ദേ ഇപ്പൊ വരാം. സോങ് റിലീസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എടുത്തത് എങ്ങനെയുണ്ടെന്ന് എനിക്കൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. ജയനാണെങ്കിൽ ഒരു കോപ്പി പോലും അയച്ചു തന്നില്ല. ഒന്ന് ഫോൺ ചെയ്ത് നോക്കട്ടെ. വിനോദ ലോകത്തെ തന്നെ ഇളക്കി മറിക്കുന്ന ഒരു പുതിയ വാർത്ത. ഇതാ പുതിയൊരു ആൽബം സോങ്ങോട് കൂടി ആരാധകരുടെ ഹൃദയത്തെ ചൂടുപിടിപ്പിക്കുന്ന പുതിയ താരം ശ്രേയ. വീട്ടിൽ ഹോമം നടക്കുമ്പോഴാണോ TV കണ്ടോണ്ടിരിക്കുന്നേ? അത് ഓഫ് ചെയ്യേ. ധൃതി വെക്കല്ലേ എന്തുവമ്മേ. ആരാന്നറിയില്ല, പുതിയ താരമാണ് പോലും. ശ്രേയ എന്ന പേരും പറഞ്ഞത്. ആരാ എന്താണെന്ന് നോക്കട്ടെ. അതെന്താ, നമ്മുടെ ശ്രേയ ഇങ്ങനെ കൂത്താടാൻ പോകുമെന്നാ? ശ്രേയ എന്ന പേരെങ്കിൽ നമ്മുടെ ശ്രേയ ആണോന്നുണ്ടോ? നമ്മുടെ ശ്രേയ തന്നെ എന്തുവമ്മേ. എന്താ വേണ്ടത് ചേട്ടാ? 1 കിലോ നല്ലെണ്ണ എടുക്കും മോനെ. ആയിക്കോട്ടെ, ഇപ്പൊ എടുത്തുതരാം. പിടയാതെ പിടയുന്നു, കാണാതെ കാണുന്നതാ. ഈ ജയൻ എന്താ പറ്റിയേ? ആളുടെ ഒരു വിവരവും ഇല്ലല്ലോ. നേരിട്ട് പ്രൊഡ്യൂസറോട് തന്നെ വീഡിയോ അയക്കാൻ പറഞ്ഞാലെന്താ? ദേ ഇപ്പോഴും ആ പാട്ട് എന്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങി കേൾക്കുന്നു. ഒന്നത് കണ്ടാലേ എന്റെ മനസ്സൊന്ന് അടങ്ങുള്ളൂ.
ഇതെങ്ങനെയാ? ഈ പാട്ടെങ്ങനെയാ ടിവിയിൽ വന്ന്? റിലീസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ദേ ഇവിടുത്തെ ടിവിയിൽ വന്നിരിക്കുന്നു. എന്റെ ഈശ്വര, ഇനി എന്ത് ചെയ്യും? എന്റെ പണി പാളി. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യും? വീട്ടിലുള്ളവരാരെങ്കിലും കണ്ടാ പിന്നെ അത് മതി. എന്താ ഇത്? നമ്മുടെ ശ്രേയ എങ്ങനെ ഇതിലൊക്കെ? എന്തൊരു പാട്ടും ഡ്രസ്സൊക്കെയാണിത്. ഇതൊക്കെ അവൾ എപ്പോ ചെയ്തതാ? നിങ്ങൾ ഇന്നലെ ഷൂട്ട് ചെയ്ത ആ സോങ്ങിന്റെ വീഡിയോ ഉണ്ടല്ലോ, അതിവിടെ മാത്രമല്ല ഈ ലോകത്തൊരിടത്തും അത് റിലീസ് ചെയ്യാൻ പാടില്ല. ഇന്നലെ ആ പ്രൊഡ്യൂസർ ഇത് ടെലികാസ്റ്റ് ചെയ്യില്ല, ഡിലീറ്റ് ചെയ്തോളാന്ന് സമ്മതിച്ചിട്ട് ഇന്ന് അയാൾ വാക്ക് മാറി. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഇതൊക്കെ നിനക്ക് നേരത്തെ അറിയായിരുന്നോ? എന്താ ഇത് ദേവ? ശ്രേയ സിനിമയിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങിയോ? എന്നിട്ട് നീ ഒരു അക്ഷരം പറഞ്ഞില്ലല്ലോ. വീട്ടിലൊരു സെലിബ്രിറ്റി ഉണ്ടായിട്ട് അത് ആരും എന്നെ അറിയിച്ചില്ലല്ലോ. വേണ്ട വേണ്ട എന്നൊരു 100,000 വട്ടം അവളോട് പറഞ്ഞതാ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ? അച്ഛന്റെ കാര്യം ഓർക്കുമ്പോഴാ. വീട്ടിൽ ആരെങ്കിലും ഇത് കണ്ട അതോടെ എന്റെ ചാപ്റ്റർ ക്ലോസ്. ആദ്യം ഇതാരും കാണാതെ നോക്കണല്ലോ. ആകർഷകമായ മറ്റൊരു വാർത്തയും കൂടിയുണ്ട്. ഈ പാട്ടിനൊപ്പം തകർത്തഭിനയിക്കുന്ന പ്രേക്ഷക മനസ്സിനെ ഒന്നടങ്കം കീഴടക്കിയ ഈ പുതിയ താരം ശ്രേയ യഥാർത്ഥത്തിൽ ആരാണെന്നറിയാമോ? കൊട്ടാരം വീട്ടിലെ രാജകുടുംബാംഗവും വ്യാപാര രംഗത്തെ കിരീടമില്ലാത്ത രാജാവും ട്രസ്റ്റുകൾ സ്ഥാപിച്ച് സമൂഹത്തിന് സഹായകരമായ പല സേവനങ്ങളും നടത്തിവരുന്ന ദശരഥ രാമവർമ്മയുടെ മരുമകളാണിവർ. ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തിന്റെ ഇളയ മകനായ ദേവൻ കിരീടാവകാശിയായത്. ദേവന്റെ ഭാര്യയാണ് ഈ ശ്രേയ. നശിച്ചു.
കൊട്ടാരം വീട് തകർന്ന് തരിപ്പടായി. ഇവിടുത്തെ മരുമോളും അർമാദിച്ച് കൂത്താടിയത് ഞാൻ അറിഞ്ഞില്ല. ഇനി ഞാൻ എന്ത് ചെയ്യും? शुद्धस्फटिकसङ्काशं त्रिनेत्रं पञ्चवक्त्रकं गङ्गाधरं दशभुजं सर्वाभरणभूषितं नीलग्रीवं ഇനി വീട്ടുകാരുടെ മുമ്പിൽ ചെന്ന് പെട്ട അവരെന്നെ കൊന്നുകളയും. എന്റെ ദൈവമേ, ഇനി ഞാൻ എന്താ ചെയ്യാ? നിങ്ങളോടൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. കൊട്ടാരം വീട്ടിലെ മരുമോളായ നിങ്ങളുടെ മോളും അങ്ങനെയൊരു മകൾക്ക് ജന്മം നൽകിയ നിങ്ങളും ഭാഗ്യം ചെയ്തവരാ. ഇങ്ങനെയുള്ള പൂജകളിൽ പങ്കെടുക്കാൻ പറ്റുന്നത് തന്നെ പൂർവ്വജന്മ പുണ്യമാ. സാധാരണക്കാർക്ക് കാണാൻ പോലും കിട്ടില്ല. ഇത് പുണ്യകർമ്മത്തിന്റെ ഫലമല്ല, ഏതോ ജന്മത്തിലെ പാപകർമ്മത്തിന്റെ ഫലം. അതുകൊണ്ടല്ലേ ഇങ്ങനൊരു മോൾ എനിക്കുണ്ടായത്. ഇനി എന്ത് ബാക്കി പറ്റാനായിട്ട്? ടി വി നീ കണ്ടായിരുന്നോ? അവരാ സോങ് റിലീസ് ചെയ്തു. ഞാൻ നിന്നോട് പ്രൊഡ്യൂസറോട് സംസാരിക്കാൻ പറഞ്ഞല്ലേ, സംസാരിച്ചില്ലായിരുന്നോ? അതൊക്കെ സംസാരിച്ചു. റിലീസ് ചെയ്യില്ല എന്നൊക്കെയാ പറഞ്ഞത്. ഇപ്പൊ ഇതേ എല്ലാവരും ടിവിക്ക് മുമ്പിലാ. എന്നെ കൈ കിട്ടി കൊന്നുകളയും. ഇനി ആത്മഹത്യ മാത്രമേ എന്റെ മുമ്പിലുള്ളൂ. ടെൻഷൻ ആവല്ലേ, വഴിയുണ്ടാക്കാം.